വഴുതനങ്ങ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെജിയല്ല. എനിക്കും അങ്ങനെ ആയിരുന്നു, ബട്ട് ഇപ്പോൾ ഇഷ്ടമാണ്. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വഴുതനങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്കൻ ഭർത്ത എന്ന് പറഞ്ഞൊരു ഐറ്റം കൊണ്ടുവന്നായിരുന്നു. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയുമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്രൈ ചെയ്ത വഴുതനങ്ങ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ മൂക്കും വഴുതനങ്ങ ഇഷ്ടമല്ലായിരുന്നു. വഴുതനങ്ങയുടെ വെറൈറ്റീസ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവൾക്കിപ്പോൾ ഇഷ്ടമാണ്. സെയിം പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി, 1 പച്ചമുളക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടിട്ട് കൊടുക്കാം. തക്കാളി 2 എണ്ണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പ്യൂറേ ആക്കണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അല്പം കായപ്പൊടിയോടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പോടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയൊക്കെ പതിയെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വഴുതനങ്ങയൊക്കെ നല്ലോണം വെന്തതാണ്. അല്പം നേരം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഒരല്പം ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇഷ്ടമില്ലാത്തവർ തേങ്ങാപ്പാലാന്നേലും ഇടാം. അല്പം മല്ലിയിലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്യുമല്ലേ?